കഥയെ ആരംഭിക്കുന്നത് ഏറെ തിരക്കേറിയ പട്ടായ നഗരത്തിലാണ്. റിച്ചി എന്ന പേരുള്ള ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. റിച്ചി വട്ടിപ്പലിശക്കാരിൽ നിന്ന് കുറെ പണം വാങ്ങിയിരുന്നു. ശേഷം അവരുടെ അടുത്ത് നിന്ന് മുങ്ങി നടക്കലാണ് പ്രധാനമായും ചെയ്യുക. നിർഭാഗ്യവശാൽ അന്ന് റിച്ചി അത്തരത്തിൽ പണം പിരിക്കുന്നവരുടെ കയ്യിലകപ്പെട്ടു. കഥയെ അവിടെ നിന്നും ബോയെന്ന വട്ടിപ്പലിശ പിരിക്കുന്ന വ്യക്തിയിലേക്ക് തിരിയുകയാണ്. അവനൊരു ഡെപ്റ്റ് കളക്ടറാണ്. പ്രശ്നക്കാരായ കടം വാങ്ങി മുങ്ങുന്നവരുടെ അടുത്ത് നിന്ന് പണം തിരികെ പിടിക്കാൻ വ്യത്യസ്തമായൊരു വഴിയായിരുന്നു ബോ പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ മുമ്പിലേക്ക് ചെന്ന് അവരെ ഉപദ്രവിക്കുന്നതിനു പകരം ബോ ഗ്ലാസ് വസ്തുക്കളോ മറ്റ് സംഭവങ്ങളോ എടുത്ത് സ്വന്തം തലയ്ക്കൊക്കെ അടിച്ച് എത്ര വലിയ അപകടത്തിലാണ് അവർ എന്ന മട്ടിൽ അവരെ അങ്ങ് പേടിപ്പിക്കും. അത് കണ്ടു ഭയന്ന് പ്രശ്നക്കാരായ ബോറോവേഴ്സ് പോലും പണം അപ്പോൾ തന്നെ അവന് മടക്കി കൊടുക്കാറുണ്ട്. കാര്യം പുറമെ ഇത്രയ്ക്ക് പ്രശ്നക്കാരനാണ് ബോയ് എന്ന് തോന്നുമെങ്കിലും ബോയ് യാഥാർത്ഥ്യത്തിൽ ഉള്ളിൽ അലിവുള്ളവനായിരുന്നു. യഥാർത്ഥത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന പണം കടം വാങ്ങിയ വ്യക്തികളെ അവന് മനസ്സിലാകും. അവരെ അവൻ സഹായിക്കുകയും ചെയ്യും. അന്ന് പ്രശ്നത്തിലകപ്പെട്ട റിച്ചിയെ അവൻ സഹായിക്കുന്ന രീതിയിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു. റിച്ചിക്ക് അവൻ കുറച്ച് പണം കൂടി കൊടുത്തു. പുതിയൊരു ജോലി കണ്ടെത്താൻ പറഞ്ഞു. ശേഷം കൃത്യമായി തിരിച്ചടയ്ക്കാനും. അന്ന് അവിടെ നിന്ന് പോന്ന ശേഷം ബോ നേരെ പോയത് അവന്റെ ബോസായ വാന്റെ അടുത്തേക്കായിരുന്നു. വാനാണ് പ്രധാനമായും പലിശയ്ക്ക് പണം കൊടുക്കുന്നത്. അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയൊരു കട വാൻ നടത്തുന്നുണ്ട്. പക്ഷേ അത് പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നതിന്റെ ഒരു മുഖം മൂടി മാത്രമാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തം വീട്ടിൽ ഒരു അപ്രിസിയേഷൻ പോലും കിട്ടുന്നില്ല എന്നൊരു ചിന്ത ബോയ്ക്കുണ്ടായിരുന്നു. അച്ഛൻ ഒരിക്കൽ പോലും അവൻ ചെയ്യുന്ന കാര്യങ്ങളെയോ വീടിനു വേണ്ടി അവൻ ചെലവാക്കുന്ന പണത്തെയോ ഒന്നും അപ്രിഷിയേറ്റ് ചെയ്യാറില്ല. അവനൊരു മൂത്ത ചേട്ടനുണ്ട്. എക്കെന്നാണ് അവന്റെ പേര്. ആളൊരു ബാർബർ ഷോപ്പ് നടത്തുന്നു. എക്കും ഭാര്യയും തമ്മിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് എന്നും ഇടി തന്നെയാണ്. ബോക്കും പലപ്പോഴും അവരുടെ ഈ പ്രശ്നം കാണുമ്പോ ദേഷ്യം പോലും തോന്നാറുണ്ട്. അധികം വൈകാതെ ബോ മറ്റൊരു സ്ട്രീറ്റ് വെൻഡറുടെ അടുക്കൽ പണം പിരിക്കാനായി പോയി. അയാളുടെ പക്കൽ പണമൊന്നും കിട്ടിയിരുന്നില്ല. എന്തെങ്കിലും വിറ്റാലേ തരാൻ പറ്റൂ എന്നയാൾ പറഞ്ഞപ്പോ ബോ അവിടെ കുറേയധികം നേരം വെയിറ്റ് ചെയ്തു. രാത്രി വൈകിയിരുന്നിട്ടും അയാൾക്കൊന്നുപോലും വിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതോടെ അയാളോട് സഹതാപം തോന്നി. അയാൾക്ക് പണം കൊടുത്ത് അയാളുടെ സാധനങ്ങൾ മുഴുവൻ ബോ വാങ്ങി. പിന്നാലെ കടം പിരിക്കാനുള്ള പണവും അയാളിൽ നിന്ന് സ്വീകരിച്ച് ബോ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം ബോ കടം പിരിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നു. കടം വാങ്ങിയിരുന്ന വ്യക്തി ബോധരഹിതനായി കിടക്കുന്നതായിരുന്നു ബോ കണ്ടത്. ഉടനടി അയാളെ പൊക്കിയെടുത്തവൻ ആശുപത്രിയിലാക്കി. കുറച്ചു കഴിഞ്ഞതും അയാളുടെ മകൾ കയറി വന്നു. അയാം എന്നായിരുന്നു അവളുടെ പേര്. ബോ അവളോട് അടുക്കുന്നതിന് മുമ്പേ അച്ഛന്റെ കടപ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാൻ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ബോ പിന്നാലെ വാനിനെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനൊരു മകളുണ്ടെന്നും എന്താ ചെയ്യേണ്ടതെന്നും ചോദിച്ചു. വാൻ പറഞ്ഞതിന് പ്രകാരം തന്റെ കൂടെയുള്ളവനായ പാഡിനെയും കൂടെ കൂട്ടി ബോ അവളുടെ വീട്ടിലും ജോലി സ്ഥലത്തുമൊക്കെയായി അവളെ പിന്തുടരാൻ ആരംഭിച്ചു. അവൾ ജോലി നോക്കിയിരുന്നത് വളരെ വലിയൊരു ബാങ്കിലായിരുന്നു. അത് മനസ്സിലാക്കിയതോടെ അച്ഛന്റെ കടങ്ങൾ വേണമെന്ന് വെച്ചാൽ അവൾക്ക് എളുപ്പത്തിൽ വീട്ടാൻ പറ്റാവുന്നതേയുള്ളൂ എന്ന് ബോ ചിന്തിച്ചു. പിന്നാലെ ബോ അവളെ കോൾ ചെയ്തു. അവളുടെ അച്ഛൻ എത്രയധികം തുക കടമുണ്ട് എന്ന കാര്യം അവളോട് പറഞ്ഞു. പക്ഷെ അത് തെളിയിക്കാൻ വേണ്ടി ഡോക്യുമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ തിരിച്ചടിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ അവളുടെ ജോലി സ്ഥലത്ത് പോയി അവളെ എതിരിടാൻ ബോ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാം ജോലി നോക്കുന്നിടത്തേക്ക് ബോ കടന്നു ചെന്നു. അങ്ങനെ പബ്ലിക്കായി ഒരിടത്ത് വന്ന് ബോ സംസാരിച്ചപ്പോ അയാമാകെ നാണം കെട്ടു. ഏറ്റവും ഒടുവിൽ കടം തിരിച്ചടയ്ക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാം എന്നവൾ സമ്മതിച്ചു. ഒരു റെസ്റ്റോറന്റിലിരുന്ന് അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കടത്തിന്റെ അളവും തന്റെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ അവൾ ബോയോട് പറഞ്ഞു. ബോ വിചാരിച്ച പോലെ അവൾക്ക് അത്ര വലിയ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള കടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കിയാൽ ജീവിച്ചു പോകാവുന്ന തുകയെ അവൾക്ക് കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ 2 കൊല്ലത്തെ അവളുടെ സേവിങ്സ് പോലും അച്ഛന്റെ കടത്തിന്റെ ഇൻട്രസ്റ്റ് തീർക്കാൻ പോലും തികയില്ല. ഒടുവിൽ മാസാമാസം ഒരു തുക അടയ്ക്കുന്ന രീതി ബോ അവളോട് പറഞ്ഞു. വാനോട് അതിനെപ്പറ്റി ബോ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും പറ്റില്ല എന്നായിരുന്നു വാൻ പറഞ്ഞത്. അതോടെ ഡെയിലി തന്നെ അവൾ പണമടയ്ക്കണം എന്ന മട്ടിൽ പറയാൻ ബോ നിർബന്ധിതമായി. പക്ഷെ അവൾക്ക് പണമടയ്ക്കാൻ പറ്റില്ല എന്ന് ബോയ്ക്കും അറിയാം. അവളെ ഒന്ന് ഭയപ്പെടുത്താൻ അവിടുത്തെ ഗ്ലാസ് ബോട്ടിലെടുത്ത് തലക്കിട്ടുടിച്ച് രക്തമൊഴുകുന്ന രീതിയിലേക്കാക്കി ബോ നോക്കി. പക്ഷെ അതിലൊന്നും അവൾ ഭയന്നേയില്ല. അവൾക്കും ജീവിതം മടുത്ത പോലായിരുന്നു. അവിടെ ഇരുന്ന മറ്റൊരു ബോട്ടിലെടുത്ത് തന്റെ തലക്കിട്ടുടയ്ക്കാൻ അവൾ ശ്രമിച്ചു. ബോ അവളെ തടഞ്ഞു നിർത്തി. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് ബോ അന്ന് മനസ്സിലാക്കുകയാണ്. ഒടുവിൽ അവളെ സഹായിക്കാൻ ഒട്ടും സാധാരണമല്ലാത്തൊരു രീതി ബോ ആലോചിച്ചു. ബോ ഒരു ഡേറ്റിംഗ് സ്കീം ഉണ്ടാക്കി. അതിൻ പ്രകാരം അവൾ അവനൊപ്പം ഡേറ്റിന് വരണം. ഓരോ ദിവസവും അവർ ചെയ്യുന്ന പ്രവൃത്തിയും ഡേറ്റും എങ്ങനെയിരുന്നു എന്നതിനനുസരിച്ച് ബോ ഒരു തുക നിശ്ചയിക്കും. അത് പേ ഓഫ് ചെയ്തതായി
തുകയായി അവൻ കരുതുകയും ചെയ്യും. ആ തുക അവൻ തന്നെ വാനിന് കൈമാറുകയും ചെയ്യും. ബോ അടുത്ത ദിവസം അവൾക്കടുത്ത് നേരിട്ടെത്തി തന്റെ ആ പ്ലാൻ വിശദീകരിച്ചു. പക്ഷെ അയാം സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞു. ഞാൻ അത്രയ്ക്ക് ചീപ്പായ പെണ്ണൊന്നുമല്ല എന്ന മട്ടിൽ അവൾ അവനോട് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രിയിൽ തന്റെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലാതെ ഒടുവിൽ അവൾ ആ ഡേറ്റിംഗ് എഗ്രിമെന്റിന് ഓക്കെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് ബോ വല്ലാതെ ഉഷാറായിരുന്നു. തന്റെ ജോലിയേക്കാൾ ഉപരിയായി ഡേറ്റിംഗിന്റെ കാര്യം അവൻ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. അതിനൊരു കാരണവുമുണ്ട്. യാഥാർത്ഥ്യത്തിൽ അയാമിനെ കണ്ട മാത്രയിൽ ബോക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെ അവളോടൊപ്പം സമയം ചിലവഴിക്കും എന്നവൻ ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ അയാമിന് കടമടയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ അവൻ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ആ ഡേറ്റിംഗ് സ്കീം. കുറച്ചുനാൾ അവളുടെ കൂടെ ഡേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റിയാലോ എന്ന് ബോ ചിന്തിച്ചിരുന്നു. കുറച്ചു നാളുകൾ അങ്ങനെ കടന്നുപോയി. ബോയ്ക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസും വരാൻ തുടങ്ങി. വാനിനടുത്തെത്തി തന്റെ ശമ്പളം കുറച്ച് ഉയർത്താമോ എന്ന മട്ടിൽ ബോ ചോദിച്ചു. ആ ഒരു സമയത്ത് അവന്റെ കൊളീഗായ പാഡ് കടം വാങ്ങിയൊരു പെണ്ണിനെ ബോ പ്രണയിക്കുന്ന കാര്യം അങ്ങ് പറയുകയാണ്. അത് കേട്ടതും വാനിന് വല്ലാതെ ദേഷ്യം വന്നു. ഒരു തരത്തിലും താനൊരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് വാൻ തീർത്തു പറഞ്ഞു. കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ നീ പഴയതുപോലെ നിന്റെ യഥാർത്ഥ വർക്ക് റൂട്ടീനിലേക്ക് തിരികെ വാ എന്ന മരത്തിൽ വാൻ എടുത്തു പറഞ്ഞു. അങ്ങനെ മറ്റു വഴികളില്ലാതെ ബോ തന്റെ സാധാരണ വർക്കിലേക്ക് തിരികെ എത്തുകയാണ്. റിച്ചിയെ കണ്ട് റിച്ചിക്ക് എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റും എന്ന കാര്യമൊക്കെ ബോ ഉപദേശിച്ചു കൊടുത്തു. എന്തിനേറെ പറയുന്നു, ഓടെന്നു പേരുള്ള മറ്റൊരു കടം വാങ്ങിയ വ്യക്തിയെയും ബോ സഹായിച്ചു. അവനൊരു മാർഷൽ ആർട്സ് സ്റ്റുഡിയോ നടത്തുകയായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ പഠിക്കാനെത്തുന്നില്ല. അവനൊപ്പം ബോ പബ്ലിക്കിൽ വെച്ച് ഒരു സ്റ്റണ്ട് പെർഫോം ചെയ്തു. അത് കൂടുതൽ സ്റ്റുഡൻസിനെ ആ മാർഷൽ ആർട്സ് സ്റ്റുഡിയോയിലേക്ക് അട്രാക്റ്റും ചെയ്യിപ്പിച്ചു. അന്നത്തെ ജോലി കഴിഞ്ഞതും അയാമിനൊപ്പം ബോ ഡേറ്റിന് പോയി. അവരൊരു റെസ്റ്റോറന്റിലായിരുന്നു പോയത്. അവിടെ വെച്ച് അന്നവൾ സംസാരിച്ചു. തുടർച്ചയായി ഒരേ രീതിയിലുള്ള ഡേറ്റ് തനിക്ക് ബോറടിക്കുന്നു, എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്താലോ എന്നവൾ വലിയ താല്പര്യമൊന്നുമില്ലാതെ ചോദിച്ചു. ആ എങ്കിൽ നീ തന്നെ പറഞ്ഞോ, എന്താ ചെയ്യേണ്ടത്? ബോ തിരക്കി. എവിടാ പോവണ്ടേന്ന് ചോദിച്ചു. പക്ഷെ അയാമിന് നന്നായി ബോയുടെ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്നിനും അവനെ നിർബന്ധിച്ചില്ല. അവളുടെ ആ സ്വഭാവം ബോയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ബോയുടെ നല്ല എഫോർട്ടുകൾ ഫലം കണ്ടു. മാർഷൽ ആർട്സ് സ്റ്റുഡിയോയിലും റിച്ചിക്കും അത്യാവശ്യം നല്ല വരുമാനം വരാൻ തുടങ്ങി. അതോടെ വയലൻസ് ഒന്നുമില്ലാതെ കടം വാങ്ങിയ പണം പലിശയടക്കം അവർ തിരികെ കൊടുക്കാനും ആരംഭിച്ചു. മറുവശത്ത് അയാമാകട്ടെ ബോയുടെ യഥാർത്ഥ ഇന്റൻഷൻസും യഥാർത്ഥ സ്വഭാവവും മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. പതിയെ പതിയെ അവർ തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു. ഒടുവിൽ അവർ പ്രണയത്തിലുമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ തന്റെ ഒരു ആഗ്രഹം പറഞ്ഞു. അവിടെ ഒരു ലക്ഷറിയസ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നഗരത്തിന്റെ കാഴ്ച കാണണം എന്നവൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് മുകളിലേക്ക് എത്താൻ തന്നെ ഒരുപാട് പണച്ചിലവുണ്ട്. അവൾക്കതിന് സാധിക്കില്ലായിരുന്നു. അത് കേട്ടതും എന്തിനാ മടിക്കുന്നേ, ഇപ്പോ തന്നെ പോയേക്കാം, തനിക്ക് ആവശ്യത്തിന് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ബോ അവളെയും കൂട്ടി നേരെ ആ ഹോട്ടലിലേക്ക് ചെന്നു. വളരെ വിദഗ്ധമായി ബോ അവളുമായി റൂഫ് ടോപ്പിലെത്തി. അവിടെ പൂളും പാർട്ടി ഏരിയയും ഒക്കെ ഉണ്ടായിരുന്നു. അവളെ ഒരിടത്തിരുത്തി ഒരു ഡ്രിങ്ക് എടുക്കാൻ ബോ പോയി. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലാണല്ലോ, വലിയ തുക തന്നെ വരും. അപ്പോഴാണ് ഒരാൾ ബാക്കി വെച്ച ഒരു മദ്യക്കുപ്പി അവൻ കാണുന്നത്. വിദഗ്ധമായി അതവൻ കൈവശപ്പെടുത്തി. പിന്നാലെ അതുമായി അവൾ കരികിൽ ചെന്നു. അവരവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ 2 ഹോട്ടൽ സ്റ്റാഫുകൾ അവരെ കണ്ടിരുന്നു. പിടികൂടപ്പെടും എന്ന അവസ്ഥയായതോടെ ബോ അവളുമായി പുറത്തേക്കോടി. വളരെയധികം രസകരമായ ജീവിതത്തിലെ ഒരു ഇൻസിഡന്റായി അവർക്കത് മാറിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ടിവിയിൽ ആ ഒരു വാർത്ത വരാൻ തുടങ്ങി. നഗരത്തിലെ കടപ്പിരിവ് നടത്തുന്ന 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ആ വീഡിയോയിൽ ഇടികൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ബോയും ഉണ്ടായിരുന്നു. അത് കണ്ട് അയാം വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയി. അതിന്റെ പേരിൽ ബോയോട് അവൾ വഴക്കടിച്ചു. എനിക്കിനി നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു. ബോ അതിൽ വല്ലാതെ ദുഃഖിതനായിരുന്നു. പാഡിനൊപ്പം അവൻ പോയി ഒരുപാട് മദ്യപിച്ചു. പാഡിനിടയിൽ അവൾ നിന്നെ ഉപയോഗിക്കുകയായിരുന്നടാ എന്ന മട്ടിൽ കുറെ കളിയാക്കാനും ആരംഭിച്ചു. 1-2 പറഞ്ഞ് അവർക്കിടയിൽ അന്നൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അവരുടെ മറ്റു സുഹൃത്തുക്കൾ അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തി. അപ്പോഴാണ് അവിടെ കുറച്ചധികം ആളുകൾ അവിടുത്തെ സ്റ്റാഫിനെ ഹരാസ് ചെയ്യുന്നത് ബോ നോക്കിക്കണ്ടത്. അല്ലേലെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്ന ബോ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അവർക്കെതിരെ ഫൈറ്റ് ഉണ്ടാക്കി. കുടിച്ച അവശതയിലായ ബോ അന്ന് നേരെ പോയത് അയാമിന്റെ വീട്ടിലേക്കായിരുന്നു. ഡോറിൽ അവൻ മുട്ടി വിളിച്ചു. അയാം വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. പാഡ് പറഞ്ഞ പോലെ അവൾ തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന ചിന്തയിലായിരുന്നു അവൻ
അവൻ ചെന്നത്. അവൾ അത്തരത്തിൽ തന്നോട് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൻ അവളോട് വലിയ തോതിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വാതിൽ തുറന്നവൾ പുറത്തു വന്നു. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. കാര്യമെന്തെന്നാൽ അവളപ്പോൾ ഒരു വാർത്ത അറിഞ്ഞിരുന്നു. അവളുടെ അച്ഛൻ ആശുപത്രിയിൽ മരണപ്പെട്ടത്രേ. വൈകാതെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നു. അത് കഴിഞ്ഞ് അവൾക്കൊപ്പം ഇരിക്കുമ്പോ ബോ അവളുടെ അച്ഛന്റെ ഇൻഷുറൻസ് പോളിസി കണ്ടു. അത്യാവശ്യം വലിയൊരു തുക അതിലുണ്ടായിരുന്നു. അച്ഛന്റെ കടങ്ങളെല്ലാം ആ ഇൻഷുറൻസ് തുക കൊണ്ട് തീർക്കാൻ സാധിക്കും. അത് കേട്ടിട്ടും അയാമിന് വലിയ ആശ്വാസമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അയാം കഴിഞ്ഞുപോയ ജീവിതത്തെപ്പറ്റി പറഞ്ഞു. എപ്പോഴും എല്ലാം കൊണ്ടും എനിക്ക് നഷ്ടമായിരുന്നു. അച്ഛനറിയാത്ത ബിസിനസ് ഒക്കെ ചെയ്ത് വളരെ വലിയ കടമുണ്ടാക്കി. എന്റെ വിദ്യാഭ്യാസത്തിന് പോലും പണം ചിലവാക്കാൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നില്ല. അവളെ സപ്പോർട്ട് ചെയ്ത് ബോ അവളുടെ കൂടെ നിന്നു. അന്ന് അച്ഛന്റെ ഇടത്തു നിന്നും സാധനങ്ങൾ അവളുടെ ഇടത്തേക്ക് മാറ്റുവാൻ ബോ അവളെ സഹായിച്ചിരുന്നു. പോവാൻ വേണ്ടി ബോ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ലോകത്ത് അയാം ഒറ്റപ്പെട്ടിരുന്നു. അനാഥമായി പോയിരുന്നു. ബോയോട് പോവരുത് എന്നവൾ പറഞ്ഞു. അന്നവൾ ബോയ്ക്ക് അവളെ തന്നെ ഓഫർ ചെയ്തു. അവരിരുവരും ആ ദിവസം ഒന്നായി മാറി. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാൻ ഇരുവരും പ്ലാൻ ചെയ്ത് തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്നതായിരുന്നു ആദ്യത്തെ ചിന്ത. ലോണിനായി അവരൊരു ബാങ്കിനെ സമീപിച്ചു. അതിനുവേണ്ടി കുറച്ച് പണവും അവർക്ക് കിട്ടി. വൈകാതെ ബിസിനസ്സിനായി അവരൊരു ഷോപ്പ് കണ്ടെത്തി. പക്ഷേ ആ ഷോപ്പ് ഓണർ വലിയ തുകയായിരുന്നു ആവശ്യപ്പെട്ടത്. അത് കണ്ടെത്താൻ അവൾക്ക് സാധിക്കില്ലായിരുന്നു. അതോടെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്താലോ എന്ന മട്ടിൽ അവൾ ബോയോട് സംസാരിച്ചു. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് അവളങ്ങനെ ജീവിക്കരുത് എന്ന് ബോയ്ക്ക് തോന്നി. ബോ അതുകൊണ്ട് തന്നെ വാനെ കണ്ട് കുറച്ച് പണം ആവശ്യപ്പെട്ടു. അവനാവശ്യമുള്ള പണം താൻ തരാമെന്ന് വാൻ പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷനും വെച്ചു. കുറച്ച് വലിയ ടീംസ് വാങ്ങിയ കടം തിരികെ കിട്ടാനുണ്ട്. കുറെയായി പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ബോ അത് വാങ്ങിക്കൊണ്ടുവന്നാൽ അതിന്റെ ലാഭത്തിന്റെ പകുതി ബോയ്ക്ക് എടുക്കാം. അത് കേട്ട് അവൻ കുറച്ച് നിരാശയിലാണ്ടിരുന്നു. പക്ഷേ എന്നാലും അവന് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. വാന്റെ ഓഫർ സ്വീകരിക്കാൻ തന്നെ ബോ തീരുമാനിച്ചു. പാഡിനൊപ്പം പണം തിരികെ വാങ്ങാൻ പ്രധാനപ്പെട്ട പ്രശ്നക്കാരിൽ ഒരാളുടെ അടുത്തേക്ക് ബോ പുറപ്പെട്ടു ചെല്ലുകയാണ്. പ്രാസിറ്റ് എന്ന പേരുള്ളൊരു വ്യക്തി പണം കടം വാങ്ങിയിരുന്നു. അയാളൊരു ചൂതുകളി സെന്ററിലെ വ്യക്തിയാണ്. അങ്ങോട്ടേക്ക് കടന്നെത്തിയപ്പോ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്നാദ്യമേ തീരുമാനിച്ചു. അതൊരു ചൂതുകളി കേന്ദ്രമാണല്ലോ. വിദഗ്ധമായി ചൂതുകളി കേന്ദ്രം നടത്തുന്ന അയാളെ കബളിപ്പിച്ച് പണം കരസ്ഥമാക്കാം എന്നതായിരുന്നു ബോയുടെ പദ്ധതി. അയാമിന്റെ സേവിങ്സ് പണം അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. അത് വെച്ച് അവൻ ചൂതുകളിക്കിറങ്ങി. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ബോയ്ക്ക് ഒരു ലക്കുമുണ്ടായിരുന്നില്ല. തുടർച്ചയായി അവന് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. പിന്നാലെ ഡേയ്സ് കുലുക്കുന്ന ജോലി ബോ വോളണ്ടിയറായി ഏറ്റെടുത്തു. ഈ സമയമാണ് തൊട്ടപ്പുറേ ഓടുന്ന വ്യക്തി തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയതുകൊണ്ട് ഒരു സീനുണ്ടാക്കിയത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പ്രശ്നങ്ങളൊക്കെ ഒന്നൊതുങ്ങിയപ്പോ വീണ്ടും ചൂതുകളി പുനരാരംഭിച്ചു. പിന്നീട് ബോ വെച്ചത് ഉയർന്ന തുകയ്ക്കുള്ള ബെറ്റുകളായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ബോ വിജയിക്കാൻ ആരംഭിച്ചു. തുടർച്ചയായി ബോ വിജയിച്ചുകൊണ്ടേയിരുന്നു. അത്യാവശ്യത്തിന് പണവും ലഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ പ്രാസിഡ് ബോ ചീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതോടെ കളി അവസാനിപ്പിച്ച് ബോ എഴുന്നേൽക്കുകയാണ്. പിന്നാലെ വിജയം നേടിയ കോയിൻസ് ഒക്കെയും പണമാക്കി മാറ്റാൻ ബോ കൗണ്ടറിലെത്തി. പാഡും കൂടെയുണ്ട്. സംഭവം എന്തെന്നാൽ അവിടുത്തെ ഫൗൾ പ്ലേയുടെ കാര്യം ബോ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. പ്രശ്നം നടന്നപ്പോ ബോ ആകത്തെ ഡൈസ് മാറ്റി. മൊബൈൽ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഡൈസ് ആയിരുന്നു അത്. പുറത്തുനിന്ന് ബോയ്ക്ക് വേണ്ടി പാഡ് തന്നെ ഡൈസ് നിയന്ത്രിച്ചു. അധികം വൈകാതെ തന്റെ മേൽ നടന്ന ചതി പ്രാസറ്റ് മനസ്സിലാക്കി. ബോയെയും പാഡിനെയും എതിരിടാൻ അവർ പുറത്തേക്കിറങ്ങി. ബോയുടെ പക്കൽ അപ്പോഴേക്കും പണം കിട്ടിക്കഴിഞ്ഞിരുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. പണം കയ്യിൽ കിട്ടിയതോടെ അതുമായി മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ബോ ആദ്യം ശ്രമിച്ചു. പക്ഷേ തന്റെ സുഹൃത്ത് പെട്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ പണം വണ്ടിയിൽ വെച്ച് അവനെ രക്ഷിക്കാൻ ബോ തിരികെ എത്തി. സ്വയം പ്രതിരോധത്തിന് കത്തിയുമെടുത്തിട്ടായിരുന്നു അവൻ ചെന്നത്. പക്ഷേ അത് അവനെ ജയിലിൽ കൊണ്ടെത്തിക്കും എന്നപ്പോൾ അവൻ ചിന്തിച്ചിരുന്നില്ല. അവന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ബോ ജയിലിലായി. സഹായത്തിന് അവൻ വാനെ വിളിച്ചെങ്കിലും വാൻ അതൊന്നും ഏൽക്കാൻ തയ്യാറായില്ല. തന്റെ ബിസിനസിനെ ബാധിക്കും, അതുകൊണ്ട് തന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. തന്റെ ജീവിതം വിധിക്ക് വിടാൻ ബോ തീരുമാനിച്ചിരുന്നു. പക്ഷേ ബോ വാനോട് ഒരു കാര്യം പറഞ്ഞു. അവളുടെ സേവിങ്സ് വെച്ച് ചൂത് കളിച്ച് താനുണ്ടാക്കിയ പണമാണ്. താൻ തിരികെ വരുമ്പോൾ ആ പണം തനിക്ക് വേണം. വാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതേസമയം മറുവശത്ത് അയാമാകട്ടെ തന്റെ സേവിങ്സ് നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കിയിരുന്നു. ബോയെ കാണാൻ അതിനെപ്പറ്റി ചോദിക്കാൻ അവൾ പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷേ കുറ്റബോധത്താൽ നിറഞ്ഞിരുന്ന ബോ അവൾക്ക് മുഖം കൊടുക്കാൻ തയ്യാറായില്ല. ബോ തന്നെ ചതിക്കുകയായിരുന്നു. തന്റെ പണം അവൻ കവർന്നെടുത്തു എന്ന മട്ടിലായിരുന്നു അയാം ചിന്തിച്ചത്. അവള് വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയി, നിരാശയിൽ ആണ്ടുപോയി. അന്നത്തെ ആ പ്രവൃത്തിയുടെ പേരിൽ ബോ ജയിലിൽ പോയിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ബോ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയവൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെ അവസ്ഥകൾ മാറിമറിഞ്ഞിരുന്നു. ചേട്ടനും ഭാര്യയും തമ്മിൽ പ്രശ്നമായി അവർ ഉടക്കി പിരിഞ്ഞിരിക്കുകയാണ്. ചേട്ടന്റെ ഭാര്യ ഇപ്പോൾ ചേട്ടന്റെ ഒപ്പമല്ല ജീവിക്കുന്നത്. മറുവശത്ത് അവരുടെ
അച്ഛനാകട്ടെ കാഴ്ചശക്തി കുറഞ്ഞതുകൊണ്ട് മിനി ബസ് ഓടിക്കാൻ പോലും നിർത്തിയിരുന്നു. ഫാമിലി ഇപ്പോൾ ഫിനാൻഷ്യലി വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനൊരിക്കലും തന്റെ പ്രവൃത്തികൾക്ക് വില തന്നിരുന്നില്ല എന്ന മട്ടിൽ ബോ പറഞ്ഞപ്പോ ചേട്ടൻ നിക്ക് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല ബോ, നിന്നോട് അച്ഛനത് കാണിക്കാനിട്ടാണ്. എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, നീ വീടിനു വേണ്ടി എന്തൊക്കെയാ കഷ്ടപ്പെടുന്നതെന്ന്. നിന്നെയോർത്ത് അദ്ദേഹത്തിന് വലിയ അഭിമാനമായിരുന്നു. എപ്പോഴും താനാണ് വീട്ടിലൊരു ഭാരം എന്ന മട്ടിൽ അച്ഛൻ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോ ഭാര്യയുമായി വഴക്കിട്ടപ്പോഴും അച്ഛൻ പറയുന്നത് അത് തന്നെയാണ് എക്ക് ബോയോട് പറഞ്ഞു. അതിശയത്തോടെയായിരുന്നു ബോ അത് കേട്ടത്. മുമ്പിൽ മറ്റു ജോലികളൊന്നുമില്ലാതിരുന്ന ബോ അച്ഛന്റെ മിനി ബസ് എടുത്ത് ഓടിക്കാൻ ആരംഭിച്ചു. ആ ഒരു സമയത്താണ് ബോ ഒരു ബാനർ കണ്ടത്. വരാനിരിക്കുന്ന ലോക്കൽ ഇലക്ഷനിൽ വാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന പോസ്റ്ററായിരുന്നു അത്. ഇതിനിടയിൽ അയാമിനെ പറ്റി ബോ അന്വേഷിച്ചു. ബാങ്കിലെ കൊളീഗ്സിൽ നിന്നും 2 കൊല്ലം മുമ്പ് കടം കൊണ്ട് പൊറുതിമുട്ടിയും നാണക്കേടുകൊണ്ടും അവൾ ബാങ്ക് ജോലി വിട്ടെന്നും ഇപ്പോൾ ഓൺലൈനിൽ വസ്തുക്കൾ സെല്ല് ചെയ്യുന്ന ജോലിയാണ് അവൾ ചെയ്യുന്നത് എന്നും ബോ മനസ്സിലാക്കി. പക്ഷെ അവളുടെ ഗിവ് അവേസിന്റെ പേരിൽ അവൾ ഒരുപാട് ക്രിട്ടിക്സ് നേരിടുന്നുണ്ടായിരുന്നു. ഗിവ് അവേ പറയുമെങ്കിലും ആരും അത് വിജയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. മോശം കമന്റുകളും അവൾക്കെതിരെ എപ്പോഴും ഉണ്ടായിരുന്നു. അവളുടെ ബോസ് ആകട്ടെ സെയില് കൂടണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നെഗറ്റിവിറ്റിയൊക്കെ വിട്ടേക്കാനും അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നും സെയിൽസ് കൂട്ടാനും നോക്കൂ എന്ന് മാത്രം അവളോട് എപ്പോഴും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അയാമിന്റെ അടുക്കൽ നിന്ന് താനെടുത്ത പണം അവൾക്ക് തിരികെ കൊടുക്കണം എന്ന് ബോയ്ക്ക് തോന്നി. ബോ അതിനുവേണ്ടി അവസാനമായി വാനെ ചെന്ന് കണ്ടു. പക്ഷേ ഏതു പണം എന്ന മട്ടിലായിരുന്നു വാൻ അവനോട് പ്രതികരിച്ചത്. നമ്മൾ തമ്മില് അങ്ങനെ വാക്കുറപ്പിക്കലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വരെ വാൻ പറഞ്ഞു. ബോയെ അത് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. പക്ഷെ അധികം വൈകിയില്ല. നിലവിൽ വാന്റെ വലങ്കൈയായ പാഡ് ബോയെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കി. അന്ന് തിരികെ പോയെങ്കിലും തോറ്റു പിന്മാറാൻ ബോ ഒരുക്കമായിരുന്നില്ല. ഒരു ഗ്യാസ് സിലിണ്ടറുമായി അവൻ അങ്ങോട്ടേക്ക് തന്നെ തിരികെ കയറി വന്നു. വാന്റെ ആളുകൾ അവനെ ആക്രമിക്കാൻ വന്നപ്പോ എല്ലാവരെയും അവൻ ഇടിച്ചു വീഴ്ത്തി. ഒച്ചയും ബഹളവും കേട്ട് കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വാൻ കണ്ടത് ബോ തന്റെ ആളുകൾ മുഴുവൻ ഒറ്റയ്ക്ക് അടിച്ചിട്ടിരിക്കുന്നതായിരുന്നു. വാനും അത് കണ്ട് കുറച്ച് ഭയക്കുന്നുണ്ട്. ബോയ്ക്ക് അതോടെ പണം കൊടുക്കാൻ വാൻ തയ്യാറായി. പണം കിട്ടിയ ശേഷം ബോ അയാമിനെ വിളിച്ചു. നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവന് പണം തിരികെ കൊടുക്കണമായിരുന്നു. ഒപ്പം അവളോട് ക്ഷമ ചോദിക്കുകയും വേണം. പക്ഷേ തനിക്കതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. ജീവിതം അവൾക്ക് വല്ലാതെ മടുത്തിരുന്നു. അന്ന് രാത്രിയിൽ അരുതാത്തത് പ്രവർത്തിക്കാൻ അവൾ ഒരുങ്ങി. ആത്മഹത്യ ചെയ്യാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടിരുന്നു. അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ആശുപത്രിയിൽ അവളെ കാണാൻ ബോയ് എത്തി. അവളോട് ക്ഷമ ചോദിച്ച് പണം തിരികെ ഏൽപ്പിച്ചു. പക്ഷേ ജീവിതത്തിലെ പഴയ കാലങ്ങൾ അവളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനിമേലാൽ എന്റെ കൺമുമ്പിൽ വന്നു പോവരുതെന്നും ഇവിടെ നിന്ന് പോവാനും അയാം അവനോട് പറഞ്ഞു. ബോ അവിടെ നിന്ന് വേദനയോടെ തിരികെ പോവാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അവൻ മയങ്ങി വീണത്. അതേ ആശുപത്രിയിൽ അവനെ ചികിത്സിപ്പിച്ചു. അപ്പോഴാണ് ബോയ്ക്ക് സാരമായ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട് എന്ന കാര്യം അയാമടക്കം മനസ്സിലാക്കുന്നത്. കടപ്പിരിവ് നടത്തുവാൻ പലപ്പോഴും ഗ്ലാസ് വസ്തുക്കളും മറ്റും തലയിൽ സ്ഥിരമായി അടിച്ച് അവനാളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ. അവന്റെ ആ പ്രവൃത്തി ഭാവിയിൽ ഇപ്പോൾ അവന്റെ ജീവിതം തന്നെ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. സുഖപ്പെടുത്താൻ പറ്റാത്ത തരം വലിയൊരു രോഗാവസ്ഥയിലേക്ക് അതവനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. തന്റെ കയ്യിൽ ചികിത്സിക്കാനുള്ള പണമൊന്നുമില്ല, ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ബോ അന്ന് അവിടെ നിന്ന് പോവാനൊരുങ്ങിയെങ്കിലും അയാം അവനെ തടഞ്ഞു നിർത്തി. അവനെ ആശ്വസിപ്പിച്ചു. താൻ അവന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. വേണ്ട ചികിത്സകൾ അവന് ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെ അവരുടെ പഴയ കട ബിസിനസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ അവർ പൊടിതട്ടിയെടുത്തു. അവർ പണ്ട് നോക്കിക്കണ്ട അതേ ഷോപ്പ് തന്നെ അവർക്ക് റെന്റിന് കിട്ടുന്ന അവസ്ഥ വന്നിരുന്നു. അവരാ ഷോപ്പ് ഓണേഴ്സിൽ നിന്ന് സ്വന്തമാക്കി. പിന്നാലെ കടയുടെ വർക്കും അവർ ആരംഭിച്ചു. വൈകാതെ ഒരു ദിവസം അവരെ സഹായിക്കാൻ അവന്റെ ചേട്ടനും ചേർത്തിയമ്മയും അവരുടെ മകളും എത്തി. ഡിവോഴ്സിലേക്ക് എത്തിയിരുന്ന അവരുടെ ബന്ധം ഒക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിലേക്ക് മാറിയിരുന്നു. വൈകാതെ അങ്ങോട്ടേക്ക് ബോ പണ്ട് സഹായിച്ച് കടം വാങ്ങിയ വ്യക്തികളുണ്ടല്ലോ, അവരും വിവരമറിഞ്ഞെത്താൻ തുടങ്ങി. ആർട്ടിസ്റ്റായ റിച്ചിയും പഴയ മാർഷൽ ആർട്ടിസ്റ്റ് മാനും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ബോയുടെ കട ബിൽഡ് ചെയ്യാൻ അവർ ബോയെ സഹായിച്ചു. ഒടുവിൽ കടയുടെ പണികളൊക്കെയും പൂർത്തിയായി. എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അന്ന് രാത്രിയിൽ ബോയും അയാമും സംസാരിച്ചു കിടക്കുകയാണ്. കടയുടെ പണി പൂർത്തിയായി. കടക്കിടാൻ ഒരു പേര് പോലും തീരുമാനിച്ചിട്ടില്ല. എന്ത് പേരിടണം അയാം ബോയോട് ചോദിച്ചു. നമുക്ക് നാളെ ആലോചിക്കാം, ഇത്ര വൈകിയില്ലേ, നമുക്കിപ്പോ ഉറങ്ങാം എന്ന് ബോ അവളോടായി പറഞ്ഞു. പിന്നാലെ ഇരുവരും ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രിയിൽ ആ ഉറക്കത്തിൽ ബോ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അയാം വീണ്ടും അനാഥയായി മാറി. ഒരിക്കൽ അരുതാത്തത് പ്രവർത്തിക്കാൻ അവൾ ചിന്തിച്ചിരുന്നതാണ്. വീണ്ടും ആ ചിന്തകൾ അവളുടെ ഉള്ളിലേക്ക് വന്നു. പക്ഷേ ബോയുടെ ഒരു കത്ത് അവളുടെ ചിന്തകളെ മാറ്റിമറിച്ചു. തന്റെ വിധി
മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നപ്പോ അവൾക്കായി ഒരു കത്തെഴുതി വെച്ചിരുന്നു. ഒരുപക്ഷെ മുമ്പോട്ടുള്ള ജീവിതം നിനക്കേറെ പ്രയാസമേറിയതായിരിക്കും. ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം താണ്ടേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും നീ ഫൈറ്റ് ചെയ്യണം, ജീവിക്കുക തന്നെ വേണം. അവന്റെ സ്നേഹവും മുമ്പോട്ട് ജീവിക്കണം എന്നുള്ള വാക്കുകളും അവളുടെ ഉള്ളിൽ പ്രതീക്ഷയുണർത്തിയിരുന്നു. കട നടത്തി മുമ്പോട്ട് ജീവിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ബോയോടുള്ള സ്നേഹത്തിന്റെയും ആദരത്തിന്റെയും പേരിൽ അവളുടെ ആ കടയ്ക്ക് അവൾ ഐ ആം ബോയ് എന്ന് പേരിട്ടു. അവളുടെ പ്രണയം ആ പേരിൽ നിറഞ്ഞു നിന്നിരുന്നു. തന്റെ ജീവിതം മുമ്പോട്ട് തുടരുന്ന അയാമിന്റെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.